മിസ്റ്റർ മാരാരെ അയൽപക്കത്തുള്ള ആരോ ആണ് ഇവിടെ എത്തിച്ചത്. ഇപ്പോഴത്തെ കണ്ടീഷൻ തുറന്നു പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. അല്പം ക്രിട്ടിക്കലാണ്. 48 hours കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല. സാറേ ഞാനാ മന്നാടിയാരാ. അന്ന് ആയിതരെ നിയമത്തിന് വിട്ടു തരണമെന്ന് പറഞ്ഞുകൊണ്ട് സത്യം ജയിച്ചു. ഇനി അത് മറക്കണം. നിയമം തോറ്റെടുത്ത് മണ്ണാടിയാർ ജയിക്കണം. ആരാ ഹൈദരെ കാണാൻ വന്നിരിക്കുന്നത്? ഞാൻ നരസിംഹ മന്നാടിയാർ. ഗംഗയിൽ നിമഞ്ജനം ചെയ്യേണ്ടിയിരുന്ന ചിതാഭസ്മത്തിന്റെ പരിശുദ്ധി നിനക്കറിയില്ല. നിയമത്തോടൊപ്പം നിന്ന് ആ മനുഷ്യൻ കരുണ കാണിച്ചത് കൊണ്ടാണ് നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ആ മനുഷ്യനെയാണ് നീ നിന്റെ കൂട്ടരും ചേർന്ന് തല്ലി ജീവച്ഛവം പോലെ കിടത്തിയിരിക്കുന്നത്. ഇനി എന്റെ ഊഴമാണ്. നീ എണ്ണി തുടങ്ങിക്കോ. ബല തപ്പിക്കോ, നാളെ രാവിലെ വന്നാൽ മതി. സാർ, താനെങ്ങനെ ഇവിടെ? കയറിയെന്നായിരിക്കും. അത് പഠിപ്പിക്കാനല്ല മന്നാടിയാർ വന്നത്. hands up. Move. Move. യൂണിഫോം ഇട്ടിട്ട് നീ ഇതുവരെ ഒരു നല്ല കാര്യം ചെയ്തിട്ടില്ല. ഒരു മൂന്നാംകട റൗഡിക്ക് വേണ്ടി അച്ഛന്റെ പ്രായമുള്ള ആ സാധു മനുഷ്യന്റെ ചെകിട്ടത്ത് നീ അടിച്ചു അല്ലേ നരിമാൻ? നരിമാൻ, അടിക്കുവന്റെ ചേട്ടത്ത്. With pleasure, sir. ജോലി രാജിവെക്കുന്നതിന് മുമ്പ് ഒരു നല്ല കാര്യം ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്നെ അടിക്കരുത്, ഞാൻ നിന്റെ സുപ്പീരിയർ ഓഫീസറാ. മാരാർ സാർ ആരായിരുന്നു? നിന്റെ സുപ്പീരിയർ ആയിരുന്നില്ലേ? എന്നിട്ട് ആ മനുഷ്യന്റെ ചേട്ടൻ നീ കൈവീശി അടിച്ചില്ലേ? സല്യൂട്ട് ചെയ്യുന്ന കൈ കൊണ്ട് അടികൊള്ളുമ്പോ നല്ല സുഖം തോന്നുന്നുണ്ടല്ലേ? നാട്ടിൽ കഴിയുന്ന നിന്റെ കുടുംബത്തെ ഓർത്ത് മാത്രമാണ് നിന്നെ ഞാൻ കൊല്ലാത്തത്. ഇനി നീ എന്റെ കാര്യങ്ങളിൽ ഇടപെട്ടാൽ മന്നാടിയാർ അത് ഓർക്കില്ല. Excuse me, one Mr. Fernandez from Bombay. ഏത് റൂമാ?
506. എന്താ കേസ്? അടിപിടി കേസാ, ഒരാഴ്ചത്തെ റിമാൻഡില്ല. സബ് ജയിലിലൊന്നും സ്ഥലമില്ലേടോ. സ്ഥലമില്ലാത്തോണ്ടല്ലേ സാറേ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവിടെ ഒപ്പിട്. രണ്ടുപേർക്കും ജയിൽ ഡ്രസ് കൊടുക്കും. അനിയൻ ചത്തപ്പോ നിനക്ക് സഹിക്കാൻ പറ്റില്ല അല്ലേ? അതെ, മന്നാടിയാർ തന്നെ. ജയിലെന്താ മന്നാടിയാർക്ക് നിഷിദ്ധാണോ? എന്റെ അനിയനെ നീ? അതെ, ഞാൻ തന്നെ. എനിക്കുണ്ടായിരുന്ന ഒരേ ഒരുത്തര നീ വെട്ടി നുറുക്കിയപ്പോ ഞാൻ സഹിച്ചെന്ന് കരുതിയോ? ക്ഷമിച്ചെന്ന് കരുതിയോ നീ? പകരത്തിന് പകരം മാത്രം ചെയ്ത് പക തീർക്കാൻ മന്നാടിയാർ നിന്നെ പോലെ നാലാന്തരം ക്രിമിനൽ അല്ല. ചത്ത് ശവമായിട്ടേ നീ ജയിലിന് പുറത്തേക്കിറങ്ങൂ. അതിനാ ഞാൻ വന്നത്. നിന്നെ തൂക്കാൻ ഇവിടുത്തെ നിയമത്തിന് ഭയമായിരുന്നു, മരിക്കാൻ നിനക്കും. പക്ഷേ രണ്ടിനും മന്നാടിയാർക്ക് ഭയല്ല. ഒരുങ്ങിയിരുന്നോ നീ? കള്ളമാണ്, പച്ചക്കള്ളം. അടിയും പിടിയും റിമാൻഡും എല്ലാം അവന്റെ ബുദ്ധിയാ. അവനാണ് എന്റെ അനിയനെ കൊന്നത്. ഇവിടെ ഇപ്പോ അവൻ വന്നിരിക്കുന്നത് എന്നെ കൊല്ലാനാ. ഇവിടെ വെച്ചോ? ജയിലിനകത്ത് അവന്റെ ഒരു അഭ്യാസവും നടക്കില്ല മുതലാളി. നമ്പ്യാരെ, മന്നാടിയരെ തനിക്കറിയില്ല. വെറുതെ അല്ല ഞാൻ അവനെ ഹാഫ് മാൻ ഹാഫ് ലയൺ എന്ന് വിളിച്ചത്. എനിക്കൊത്ത എതിരാളി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനെ ഈ ജയിലിൽ നിന്ന് പുറത്താക്കണമെന്ന്. റിമാൻഡിൽ കഴിയുന്ന അവനെ എന്ത് കാരണം പറഞ്ഞ് ഞാൻ പുറത്താക്കും മുതലാളി? എന്നെ ഒറ്റുകൊടുക്കാൻ തനിക്ക് എത്ര പണം തന്നു മന്നാടിയാർ? ഇല്ല മുതലാളി, ഞാൻ ഒരിക്കലും നന്ദികേട് കാണിക്കില്ല.
എങ്കിൽ എന്നെ ഈ ജയിലിൽ നിന്ന് മാറ്റണം. മാറ്റാനോ? എങ്ങോട്ടേക്ക്? ഈ സ്റ്റേറ്റിൽ വേറെ സെൻട്രൽ ജയിലില്ലേ? അതൊക്കെ ഞാൻ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണോ മുതലാളി? തന്നെ കൊണ്ട് വയ്യെങ്കിൽ SP രാമദാസിനോട് പറ. രാംദാസ് സാറ് ലോങ് ലീവ് എടുത്ത് നാട്ടിൽ പോയിരിക്കുക. മുതലാളി അറിഞ്ഞില്ലേ? എങ്കിൽ ആഭ്യന്തരമന്ത്രി വിളിക്കേ. ആഭ്യന്തരമന്ത്രിയെ ഞാൻ വിളിക്കാനോ? വിളിക്കും, താൻ വിളിക്കും. മന്ത്രി കെട്ടുകണക്കിന് പണം കൈനീട്ടി വാങ്ങിയിട്ടില്ലേ? ചെന്ന് വിളിക്കേ. ഹൈദർ മരക്കാർ പറഞ്ഞു എന്ന് പറയാലോട്. എന്താ നരിമാൻ? നാളെ രാത്രി ഹൈദറെ ഇവിടെ നിന്ന് കണ്ണൂർ ജയിലിലേക്ക് മാറ്റാൻ ഓർഡർ ആയിട്ടുണ്ട്. അവസാനം നമ്മൾ വിചാരിച്ചെടുത്ത് തന്നെ കാര്യങ്ങൾ എത്തുന്നുണ്ട് അല്ലേ? അതെ. നരിമാൻ, തന്നോട് കൂറുള്ള ചിലരെങ്കിലും ഈ ജയിലിൽ കാണില്ലേ? ഉണ്ടെങ്കിൽ വരട്ടെ നമ്പ്യാരെ. താമസിയാതെ തന്നെയും കണ്ണൂർ ജയിലിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്യിച്ചോളാം. ഓ, പോരെ? ശരി.